ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു ഈസി ആയിട്ട് സോയ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സോയ ചങ്ക് വേവിക്കണം. നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നമുക്ക് സോയ ചങ്ക് ഇട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ എടുക്കണം. ആദ്യം ഒരു പാത്രത്തിൽ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു ശകലം പെരിഞ്ചീരകവും ഒരു 1/4 ടീസ്പൂൺ പെപ്പർ കൂടെ ചേർക്കുക. ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു 2 സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂട് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന സോയ ചങ്ക് നന്നായിട്ട് പിഴിങ്ങിയെടുക്കണം. പിഴിങ്ങി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കാം. ഞാൻ ഒരു 2 കപ്പ് സോയ ചങ്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് പൊടികൾ കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടികൾ കുറവാണെന്ന് തോന്നിയാൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ആ പൊടിയുടെ അളവ് തന്നെ കറക്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ടിടാം. എന്നിട്ട് നമുക്ക് ഒരു 2 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലൊരു താളിപ്പ് ചേർക്കണം. ഒരു പാനിലോട്ട് ആദ്യം ഓയിൽ ചേർക്കാം. അതിനുശേഷം ശകലം ഉള്ളി ചേർക്കണം. ഒരു 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുക. എന്നിട്ട് ശകലം പെപ്പറും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ പൊടികളിൽ ഈ കറിയിലോട്ട് ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർവിങ് ബൗളിലോട്ട് നമുക്കിത് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.